IPL ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 7 വിക്കറ്റിന്റെ വിജയം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 175 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB 16ാമത്തെ ഓവറിലെ രണ്ടാം ബോളിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലി 36 പന്തിൽ പുറത്താവാതെ 59 റൺസും, ഫിലിപ്പ് സാൾട്ട് 31 പന്തിൽ 56 റൺസും, രജത് പടിദാർ 14 പന്തിൽ 36 എന്നിങ്ങനെ ഇന്നിംഗ്സുകളാണ് RCBയെ വിജയലക്ഷ്യത്തിലേക്ക് നയിച്ചിരുന്നത്. നേരത്തെ അജിൻക്യ രഹാനെ, സുനിൽ നരൈൻ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് കൊൽക്കത്തയെ മികച്ച സ്കോറിലേക്ക് നയിച്ചിരുന്നത്. RCBക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. മികച്ച തുടക്കമായിരുന്നു RCBക്ക് ലഭിച്ചിരുന്നത്. പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് നഷ്ടമില്ലാതെ 80 റൺസ് എടുക്കാൻ RCBക്ക് സാധിക്കുകയും ചെയ്തു. 1ാം വിക്കറ്റിൽ 95 റൺസ് ചേർത്ത ശേഷമാണ് കൂട്ടുകെട്ട് പൊളിഞ്ഞത്. 9ാം ഓവറിലെ 4ാം പന്തിൽ സാൾട്ടിനെ വരുൺ ചക്രവർത്തി പുറത്താക്കുകയായിരുന്നു. 2 സിക്സും 9 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സാൾട്ടിന്റെ ഇന്നിംഗ്സ്. മൂന്നാമതായി ക്രീസിലെത്തിയ ദേവദത്ത് പടിക്കലിന് തിളങ്ങാനായില്ല. എന്നാൽ ക്യാപ്റ്റൻ രജത് പടിദാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോഹ്ലി RCBയെ വിജയത്തിന്റെ അടുത്തെത്തിക്കുകയും ചെയ്തു. എന്നാൽ 16ാം ഓവറിൽ പടിദാർ വീഴുകയും ചെയ്തു. 1 സിക്സും 5 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ്. പടിദാർ മടങ്ങിയെങ്കിലും ലിയാം ലിവിങ്സ്റ്റനെ 5 പന്തിൽ 15 റൺസ് എടുപ്പിച്ച് കൂട്ടുപിടിച്ചുകൊണ്ട് കോഹ്ലി RCBയെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 3 സിക്സും 4 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. വരുൺ 4 ഓവറിൽ 43 റൺസിന് വഴങ്ങുകയും ചെയ്തു. തകർച്ചയോടെയായിരുന്നു കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചിരുന്നത്. 3ാം പന്തിൽ ക്വിന്റൻ ഡി കോക്കിന്റെ ക്യാച്ച് RCB കൈവിട്ടു. എന്നാൽ 5ാം പന്തിൽ ഡി കോക്കിനെ പുറത്താക്കുകയും ജോഷ് ഹെസൽവുഡ് RCBക്ക് മികച്ച തുടക്കം നൽകുകയും ചെയ്തു. പിന്നീട് ക്രീസിലെത്തിയ രഹാനെ സുനിൽ നരൈനെ കൂട്ടുപിടിച്ച് സ്കോർ ഉയർത്തി. ആക്രമിച്ചു തുടങ്ങിയ രഹാനെ 25 പന്തിൽ അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. മറുഭാഗത്ത് പതുക്കെ തുടങ്ങിയ നരൈൻ പിന്നീട് ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 103 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷമാണ് ഇരുവരും പിരിഞ്ഞത്. 10 ഓവർ പൂർത്തിയായപ്പോൾ സുനിൽ നരൈൻ മടങ്ങുകയും ചെയ്തു. 3 പന്തുകളുടെ വ്യത്യാസത്തിൽ രഹാനെ കൂടാരം കയറിയതോടെ കൊൽക്കത്ത അപകടം മണത്തറിയുകയായിരുന്നു. രഹാനെ 31 പന്തുകളിൽ 6 ബൗണ്ടറികളും 4 സിക്സറുകളും സഹിതം അജിൻക്യ രഹാനെ 54 റൺസ് നേടിയാണ് പുറത്തായത്. പിന്നീടെത്തിയ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആന്ദ്രെ റസൽ എന്നിവർക്കൊന്നും തിളങ്ങാൻ സാധിച്ചില്ല. ഇതിനിടെ അംഗ്രിഷ് രഘുവംശി പുറത്തെടുത്ത പ്രകടനമാണ് കൊൽക്കത്തയ്ക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചിരുന്നത്. പെൻസൺ ജോൺസൺ, രംദീപ് സിംഗ് പുറത്താവാതെ നിൽക്കുകയും ചെയ്തു.